നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു നാടൻ പിടിയാണ് ഉണ്ടാക്കുന്നത്. പിടീന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പിടീന്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നാടൻ പിടിയും വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിടി ഉണ്ടാക്കാൻ വേണ്ടത് പുട്ടുപൊടിയാണ്. ഇത് കണ്ടില്ലേ, പച്ച പുട്ടുപൊടിയാണ്. അത്യാവശ്യം തരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ്. ഇതൊരു 1/2 കിലോ പച്ചരി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. 1/2 കിലോ എന്ന് പറയുമ്പോൾ 2.5 കപ്പ് പച്ചരി ഉണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി പൊടിച്ചപ്പോൾ ഒരു 4.5 കപ്പ് പൊടിയുണ്ട്. പിടി നമുക്ക് തരിയില്ലാത്ത പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് ഇതേപോലെ തരിയുള്ള പുട്ടുപൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും. ഇതിപ്പോ നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന പൊടിയാണ്. അതേസമയം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടി വെച്ചിട്ടും പിടി ഉണ്ടാക്കാം. ഇത് വറുക്കാത്ത പുട്ടുപൊടിയാണ്. ഇത് നമുക്ക് തേങ്ങയും കൂടെ കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2.5 കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ഇല്ലാതെയും പിടി ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴായിരിക്കും പിടിന്റെ ഉള്ളിലൊക്കെ തേങ്ങ ഉണ്ടാവുമല്ലോ, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല. നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ചേർക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നമുക്കിത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരിപ്പൊടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മൂപ്പിച്ച് വറുത്തെടുക്കണം. നമ്മൾ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വറക്കില്ലേ, ആ രീതിയിൽ വറക്കാം. പക്ഷെ അവലോസ് പൊടിന്റെ അത്ര മൂപ്പിച്ച് വറക്കണ്ട. അതിനേക്കാൾ ഒന്ന് താഴെ മൂപ്പിൽ വറുത്തെടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറുത്ത പൊടിയാണെങ്കിലും ഇതേപോലെ ഒന്നും കൂടി ഒന്ന് തേങ്ങയും കൂടെ കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിക്ക് നമ്മൾ സാധാരണ വീട്ടിൽ പൊടിക്കുന്നതിനേക്കാളും കുറച്ച് തരി കൂടുതലല്ലേ. തരി കൂടുതലെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ പത്തിരിന്റെ പൊടിയും കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 പകുതി എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും നല്ലതായിരിക്കും. ഇത് നല്ലവണ്ണം മൂത്ത് വരണം. ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ആ വെള്ള കളറൊക്കെ ഒന്ന് പോയിട്ട്. ഇപ്പൊ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അരിപ്പൊടിന്റെ വെള്ള കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ അങ്ങ് വറുത്തെടുക്കാം. ഇതിൽ കൂടുതലാവണമെന്നൊന്നുമില്ല കേട്ടോ, ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പൊടി ഒന്നും കൂടി അങ്ങ് മൂത്ത് പോവില്ല. അതുകൊണ്ടാണ് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാമല്ലോ. ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇതൊന്ന് ചൂട് തണുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടങ്ങ് കുഴച്ചെടുക്കാം. നമ്മൾ അവലോസ് പൊടിയൊക്കെ വറുക്കുമ്പോൾ വരുന്ന നല്ലൊരു മണമല്ലേ, തേങ്ങ അരിപ്പൊടിയൊക്കെ മൂത്തിട്ട് ഇപ്പോഴാ ഒരു മണമാണ് ഉള്ളത്. പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകം ഒന്ന് ചതക്കിയിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 20 എണ്ണം ഉണ്ട്. വെളുത്തുള്ളിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ജീരകം മാത്രം ചേർത്താലും മതി. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇതൊരു 3.5 ലിറ്റർ വെള്ളമുണ്ട്. 14 കപ്പ് വെള്ളം. കുറച്ചധികം വെള്ളം തന്നെ നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്കിപ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന ഈ ജീരകവും വെളുത്തുള്ളിയും തേങ്ങയില് അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. ഇത് മുഴുവനും കുഴച്ചെടുക്കാനുള്ളതല്ല കേട്ടോ, ഇതിന്റെ ബാക്കി നമുക്ക് പിടി വേവിച്ചെടുക്കാനും കൂടി ഉള്ളതാണ്. ഇനി ഇതങ്ങ് നല്ലോണം തിളപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിന്റെയും ജീരകത്തിന്റെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. പിടിയില് വെളുത്തുള്ളിയും ജീരകവും മാത്രം ചേർക്കുന്നവരുണ്ട്. ചിലര് ചെറിയുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ. ചിലര് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർക്കാറില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകം മാത്രമേ ചേർക്കാറുള്ളൂ. നമ്മളിവിടെ വെളുത്തുള്ളി കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിന്റെ നല്ലൊരു ഫ്ലേവർ പിടിക്ക് കിട്ടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇതങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്തിട്ടങ്ങ് നമ്മുടെ ഭാഗത്തിനാക്കി എടുത്താൽ മതി. ഇതിപ്പോ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം കൂടി ഒന്ന് തിളക്കട്ടെ. വെളുത്തുള്ളിയൊക്കെ നല്ലോണം വെന്ത് അതിന്റെ പച്ച സ്വാദൊക്കെ അങ്ങ് പോകട്ടെ. അതുവരെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇനി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂട്ടി വറുത്ത് വെച്ചിട്ടില്ല ആ പൊടി അങ്ങ് കുഴച്ചെടുക്കാം. ബാക്കിയുള്ള വെള്ളത്തിൽ നമുക്ക് പിടി വേവിക്കുകയും ചെയ്യാം. നല്ലോണം ഇളക്കി കോരിയെടുക്കണേ. ഇതേപോലെ ജീരകം വെളുത്തുള്ളിയൊക്കെ ഈ പിടിയിലേക്കും കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഇളക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിന്റെ അടിയിൽ പോയി കിടക്കില്ലേ. പിന്നെ അത് ആ പിടി വേവിക്കുന്ന വെള്ളത്തിൽ മാത്രമായിരിക്കും ജീരകം വെളുത്തുള്ളി ഉണ്ടാകുക. ഇതുപോലെ ഇളക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പിടിന്റെ ഉള്ളിലേക്ക് വെളുത്തുള്ളി ജീരകമൊക്കെ കിട്ടും.
മൊത്തത്തിലൊരു 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ കുഴക്കാനെടുക്കുന്ന വെള്ളത്തിന്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. കാരണം നമ്മൾ ഓരോരുത്തരും വറക്കുന്ന അളവ് വ്യത്യാസത്തിലായിരിക്കുമല്ലോ. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് നോക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിന്റെ ചൂടൊന്ന് ചെറുതായിട്ട് തണുക്കുമ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്കിതങ്ങ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. എത്രയും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നന്നായിട്ട് ക്രാക്കൊന്നും ഇല്ലാതെ ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ നമുക്ക് ചെറിയ പിടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ട് ഒന്നും കൂടി അങ്ങ് കുഴച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തൂത്തിട്ട് അങ്ങനെയും കുഴച്ചെടുക്കാം. രണ്ടിലെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ കഷ്ണം മാവ് മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കിയെടുക്കാം. ചെറിയ പിടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മുഴുവനും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ പൊടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള വെള്ളമില്ലേ തിളപ്പിച്ച് വെച്ചാൽ അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും. അടിഭാഗം വരുമ്പോൾ ജീരകം കണ്ടില്ലേ, ഇത് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചപ്പോൾ ജീരകത്തിന്റെ വെളുത്തുള്ളിന്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് മാറ്റി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2 പാലാണ്, 1.5 കപ്പ് ഉണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 പാൽ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. പിന്നെ ആ തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 പാലും പിഴിഞ്ഞെടുത്തു. ആ ഒരു 2 പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കുമ്പോൾ പാകത്തിനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ പിടിയിൽ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനൊരു ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അത്രയും മാവ് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് തന്നെ ചേർക്കാനുള്ളതാണ്. ഇതിന്റെ ചാറ് ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ടൈറ്റായിട്ട് കിട്ടാൻ, കൊഴുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ മാവങ്ങ് കലക്കിയിട്ട് ചേർത്താൽ മതി. അതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചെറിയ പിടി അങ്ങ് ഇട്ട് കൊടുക്കാം. പരന്ന പാത്രമാണ് അടുപ്പിലേക്ക് വെക്കേണ്ടത്. ഉരുളി എടുക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരന്ന പാത്രം എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ചെരിച്ചങ്ങിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇടുന്നതേ ഉള്ളൂ. മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ തന്നെ ഇളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇളക്കുകയാണെങ്കിൽ പിന്നെ പൊടിയുന്ന പ്രശ്നം വരില്ല. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പിടി ആവുന്ന സമയത്ത് ഈ ഒരു ലൂസ് വേണം. ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്കും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ചിലവർക്ക് ഇപ്പൊ തന്നെ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഇത് എടുത്തു വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ട് മുറിച്ച് കഴിക്കാൻ പാകത്തിനായിരിക്കും ഇഷ്ടം. ഇതിപ്പോ നല്ലോണം തിളച്ചു കഴിഞ്ഞു. ഇനി ഇത് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് ചാറൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ചാറ് ഇച്ചിരി ലൂസാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മാവില്ലേ അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കിയ വെള്ളമല്ലേ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് നല്ലോണം അലിയിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിലെ നല്ലോണം കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. നമ്മൾ മാവ് കലക്കിയതും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 പാലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പൊ ലൂസായിട്ടിരിക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടങ്ങ് ടൈറ്റായിട്ട് വന്നോളൂ. ഇനി പിടീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാറോട് കൂടിയിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചേർക്കാം അരിഞ്ഞത്. ഇതൊന്ന് പച്ചമുളക് മാറുന്നവരെ ചെറുതായിട്ട് വാട്ടിയെടുക്കാം. എല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാം. ഒരു 100 ഗ്രാമിൻ്റെ 2-3 കഷ്ണങ്ങളാക്കിയിട്ടങ്ങ് മുറിച്ചിട്ടാൽ മതി. ഇനി കനവോടെ അരിഞ്ഞിരിക്കുന്ന 3 സവാള ചേർക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പിലയില. ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതിന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇപ്പോൾ.
ഉള്ളി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള സാധാരണ മുളക് പൊടിയാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. പൊടി എണ്ണയിൽ കിടന്നിട്ടങ്ങ് വാടണേ. എണ്ണ കുറവാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പൊടികളിട്ടിട്ട് ഒരു 1 മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ട് മീഡിയം സൈസിൽ കട്ട് ചെയ്തിരിക്കുന്ന ചിക്കനാണ്. കുറച്ച് എരിവുള്ള ചിക്കനാണെങ്കിലും നല്ലതായിരിക്കും. ചിക്കൻ പൊടിഞ്ഞ പോകാതെ ഒരു 5 മിനിറ്റ് അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തേങ്ങ അരക്കിയതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒഴിക്കണം. ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1/2 കപ്പ് വീട് ഒഴിച്ചിട്ടാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അരിക്കൽ കൂടെ പിഴിഞ്ഞെടുത്തിരിക്കുന്ന 2 കപ്പ് രണ്ടാം പാലാണിത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നേരത്തെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉള്ളി വഴറ്റുന്ന സമയത്ത്. ഈ ഒരു സമയത്ത് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ചിക്കൻ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് മീഡിയം ഫ്ലെയിമിലൊരു 20 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. വറുത്തരച്ച ചിക്കൻ കറിക്ക് എന്തിനാ തേങ്ങാപ്പാലെന്ന് വിചാരിക്കേണ്ട. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കുള്ള കറിയല്ലേ, നമുക്ക് അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു കറി കിട്ടും. ടേസ്റ്റും നല്ലതായിരിക്കും. അരച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കണേ. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചീഞ്ചട്ടിയിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, പിന്നെ ഒരു 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കാം. വെള്ളമൊന്നും വറ്റിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കറിയിൽ ഗരം മസാലയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഈ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഇതുപോലെ സ്പൈസസ് ചേർക്കുന്നതായിരിക്കും കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതൽ. ഗരം മസാല പൊടിച്ചു വെച്ചിട്ട് അതിൻ്റെ മണമൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവുമല്ലോ. ഇതാകുമ്പോൾ ഇപ്പം തന്നെ പൊടിക്കാനുള്ളതല്ലേ, അപ്പോൾ നല്ല മണവും രുചിയൊക്കെ ഉണ്ട്. ഇപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയെല്ലാം ഒരേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് കരിഞ്ഞു പോകാതെ പഴഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. ചിക്കൻ ഒരു 20 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം എണ്ണയൊന്നും ചേർക്കാണ്ടാണ് അരച്ചിട്ടുള്ളത്. അരപ്പ് കറിയിലേക്കൊന്ന് ഇളക്കി വെച്ചിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ കറി നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര ലൂസ് വേണോ അത്രയും ലൂസാക്കി എടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നല്ലോണം തിളച്ച് വരട്ടെ. അരപ്പ് ഒഴിച്ചിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് പാകണമെന്ന് കൂടെ നോക്കണേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഞാനൊരു 3.5 ടീസ്പൂൺ ഉപ്പാണ് കറിയിലേക്ക് മൊത്തമായിട്ട് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിന് ചേർത്തോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ടൊരു 1/2 കപ്പ് ഒന്നാം പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടെ ഇടണേ. അപ്പോഴായിരിക്കും കറി നല്ല ടേസ്റ്റ് വരിക. ചീനച്ചട്ടിയിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി വരുമ്പോൾ ഒരു 5 ചെറിയ ഉള്ളി കണക്കാക്കി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാൻ കരിഞ്ഞു പോകാതെ. മൂത്ത് വരുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് മൂത്ത് വരുന്നതിന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മണരുചിയൊക്കെ കറിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറുകിയ ചാറാണ്, എന്നാൽ അത്യാവശ്യം നമുക്ക് ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന അത്രയും ചാറുമുണ്ട്.
എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടിക്കോളും. അപ്പൊ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.